ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയും ഹൈറച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ വളരെ സങ്കടകരമായ കാര്യങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഹൈറച്ചിൻ്റെ എല്ലാമായ അപ്ഡേഷൻ്റെ അപ്പസ്തലനായ അവസാന വാക്കായ അഭിലാഷ് സാറിനെ മറ്റൊരു ലീഡർ അപമാനിച്ചു വിട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ആർക്കും ഉറക്കം കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഇതൊക്കെ രാത്രിയിൽ ചെയ്തത് വളരെ മോശമായി എന്നാണ് ഈ അപമാനിച്ച സാറിനോട് പറയാനുള്ളത്. രാവിലെ മുതൽ തന്നെ അപ്ഡേഷൻ തരാതെ പിടിച്ചു വെക്കുകയായിരുന്നു അഭിലാഷ് സാറ്. വൈകുന്നേരമായപ്പോൾ ചില അപ്ഡേഷനൊക്കെ അറിയാതെ ഇട്ടുപോയെങ്കിലും അത് പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. രാവിലെ മുതൽ തന്നെ തൻ്റെ അസാന്നിധ്യം അതൊരു ചർച്ചയാക്കി കൊണ്ടുവരാൻ ആൾക്കാരോട് അഭിലാഷിനെ കുറിച്ച് സംസാരിക്കൂ, അഭിലാഷ് സാർ എവിടെ, അഭിലാഷ് സാറിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ അഭിലാഷ് സാറ് അപ്ഡേഷൻ കൊണ്ടുവരൂ എന്നുള്ള ചർച്ചകളായിരുന്നു. ഇന്നലെ കണ്ണടക്ക് കുറച്ച് ഒരു ഗ്യാപ്പ് കിട്ടിയതായി ഒരു സംശയമുണ്ട്. കണ്ണടയെക്കുറിച്ച് കുറച്ച് ആൾക്കാർ മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേങ്കിൽ എല്ലാവരും തന്നെ പറഞ്ഞത് അഭിലാഷ് സാറിൻ്റെ അസാന്നിധ്യമായിരുന്നു. എവിടെ ആർക്കും ലഭിക്കാത്ത അപ്ഡേഷൻസുകളായിരുന്നു നമ്മുടെ അഭിലാഷ് സാറ് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ഇന്നലെ മിഞ്ഞാന്ന് അഭിലാഷ് സാറ് അപ്ഡേഷൻ ഇടുന്നതിന് മുന്നേ തന്നെ വേറൊരാൾ അപ്ഡേഷൻ ഇട്ടതാണ് എല്ലാത്തിനും കാരണമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് അർഹത എന്നുള്ളതാണ്. അപ്ഡേഷൻസ് രണ്ടാളിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അഭിലാഷ് സാറിൻ്റെ വിലയിടില്ലേ? അഭിലാഷ് സാറ് മണി ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയതിൽ പിന്നെ ജോലി രാജിവെച്ചുകൊണ്ട് ഇതിൻ്റെ പുറകെയാണ്. അഭിലാഷ് സാർ ഒരുപാട് ലക്ഷങ്ങളെ ചേർത്ത് പണം ഇരട്ടിപ്പിച്ച ആളാണ്. ബ്രോ, നമുക്കൊന്നും പൈസ കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല, നമുക്ക് കിട്ടിയതിൻ്റെയൊക്കെ ഇരട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ അഭിലാഷ് സാറ് ആകെ പെട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് ആൾക്കാർ, പൈസ പോയ ആൾക്കാർ ഇദ്ദേഹത്തെ തേടി വരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അവരെ പറ്റിക്കാൻ വേണ്ടിയാണ് അഭിലാഷ് സാർ അപ്ഡേഷൻസ് ഇട്ടുകൊണ്ടേയിരുന്നത്. പക്ഷേങ്കിൽ ആ അപ്ഡേഷൻസ് വേറെ ആൾക്കാർ കൊടുക്കാൻ തുടങ്ങിയാൽ എന്താകും എൻ്റെ വില എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത്. അത് അപ്ഡേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ഡേഷൻസ് കണ്ടെത്താൻ ആർക്കും സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് ഈ കോഴ്സിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ പ്രതാപൻ അല്ലെങ്കിൽ ഹൈറിച്ച് എന്നടിച്ചു കഴിഞ്ഞാൽ മൊത്തം അവൻ്റെ കള്ള ലിസ്റ്റ് തേച്ചും അങ്ങ് വരും. പക്ഷെങ്കിൽ ഓരോ ലിസ്റ്റിലും എടുത്ത് അതിനെ വളച്ചൊടിച്ച് തിരിച്ച് മറിച്ച് കുഴച്ച് ഇങ്ങനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലേ? അത് എല്ലാവർക്കും സാധിക്കില്ല. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്ഡേഷൻസിന് വേണ്ടി മറ്റുള്ളവരെ തേടി പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഒരുപക്ഷെ നമ്മുടെ ശിവരാമൻ സാറെ പോലെയുള്ള ആൾക്കാർ നേരാവണ്ണം സത്യങ്ങൾ തുറന്നു പറയാൻ സാധ്യതയുണ്ട്. GST കേസിൽ വക്കീൽ പിന്മാറിയെന്നും അതുകൊണ്ട് തന്നെ കേസ് ജനുവരി 2025 ജനുവരി 25 നല്ലൊരു നല്ല സമയമാണ്. 2025 ജനുവരി 25 മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുകയാണ്. അത് പാനിക്കാവുകയല്ലേ ചെയ്യുക ആൾക്കാർ. അങ്ങനെ 2025 ജനുവരി മാസം അവസാനത്തേക്ക് മാറ്റിവെച്ച് കഴിഞ്ഞാൽ പൂളിംഗം വൈകില്ലേ എന്നാണ് ചില ആൾക്കാർ PM-ൽ വന്ന് ചോദിച്ചത്. അത് 1, 2 അല്ല 3 ആൾക്കാരാണ് ചോദിച്ചത്. അങ്ങനെയുള്ള വിഷമത്തിൽ നിൽക്കുന്ന ആൾക്കാരെ അപമാനിക്കാനാണ് ഇന്നലെ 1, 2, 3, 4, 5, 6 കമ്പനി ചെയ്ത ആൾക്കാർ തുനിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് UB ടോക്കൺ ചെയ്യാം, നമ്മുടെ ഓക്സിജനോ ചെയ്യാം, മറ്റ് പല പപ്പട കമ്പനി എല്ലാതുമായിട്ടും അസോസിയേറ്റ് ചെയ്യാം. പിന്നെ നാട്ടിലെ റോഡിൻ്റെ പ്രശ്നം തീർക്കണം, വക്കീലുമായിട്ടുള്ള ബന്ധം,
വക്കീലിനെ കാണണം, അപ്ഡേഷൻസ് ഇതുപോലെ തന്നെ അപ്ഡേഷൻസ് ഉണ്ടാക്കണം, പിന്നെ ഒരു വലിയ യൂട്യൂബ് ചാനലിൻ്റെ കാര്യങ്ങൾ നോക്കണം. അങ്ങനെ നിരവധി തിരക്കുള്ള വ്യക്തിയാണ് അദ്ദേഹം. എന്നാൽ മറ്റ് കമ്പനികളിലേക്ക് പോയെങ്കിലും അദ്ദേഹവും ഇതിൻ്റെ അപ്ഡേഷൻസിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അദ്ദേഹം അവസാനമായി പറഞ്ഞ കാര്യങ്ങൾ വളരെ ദുഃഖമുള്ള ഒരു കാര്യമാണ്. അഭിലാഷ് സാർ പോയാലും ഇവിടെയൊക്കെ അപ്ഡേഷൻസ് ഒരു പഞ്ഞവും ഉണ്ടാവില്ല എന്ന് അഭിലാഷ് സാറിൻ്റെ ഫാൻസ് ഹോളികൾക്ക് അത് താങ്ങുന്നതിന് അപ്പുറമായിരുന്നു. അഭിലാഷ് സാറാണ് നമ്മുടെ എല്ലാം. അഭിലാഷ് സാർ ഇല്ലെങ്കിൽ ഈ ഗ്രൂപ്പില്ല എന്നൊക്കെ പറഞ്ഞു നടന്നിരുന്ന അവരോട് രാത്രിയായപ്പോൾ അഡ്മിനായ ഈ വ്യക്തി പറയുകയാണ്, അഭിലാഷിനെ കണ്ടിട്ടല്ല ഈ ഗ്രൂപ്പ് തുടങ്ങിയത്. അഭിലാഷ് ഇവിടുന്ന് പോയാലും അപ്ഡേഷൻസൊക്കെ കൃത്യമായി ഈ ഗ്രൂപ്പുകളിൽ എത്തിയിരിക്കും എന്നുള്ള വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ ആ അഡ്മിൻ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്ന് ഗ്രൂപ്പിൽ യാതൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നാണ് പറയാനുള്ളത്. അഭിലാഷ് സാറിൻ്റെ ഈ ഒരു കാള വാല് പൊക്കുമ്പോൾ അറിയാലോ, ആൾക്കാർക്കൊക്കെ അറിയാം എന്തിനാണ് കാള വാല് പൊക്കുന്നത് എന്ന് മനസ്സിലാവും. അപ്പോൾ ഇദ്ദേഹം ഇതിൽ അഗ്രഗണ്യനായ ഈ അഡ്മിൻ ചോദിച്ചു, അഭിലാഷേ എനിക്ക് എന്തെങ്കിലും കാരണം പറഞ്ഞേ ഇവിടെ നിന്ന് പോകണമെങ്കിൽ നീ വിട്ടോളി, ഈ ഗ്രൂപ്പിനെ വിചാരിച്ചിട്ട് നീ ഇവിടെ നിൽക്കണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ 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 മോശമായുള്ള കാര്യമാണ്. നെഗറ്റീവ് പറയുന്ന ആൾക്കാർ പോലും അഭിലാഷിനെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും എല്ലാവരെയും ഗ്രൂപ്പിൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കാൻ നിന്ന ആള് അവസാനം അഡ്മിൻ തന്നെ വന്ന് ചവിട്ടിപ്പുറത്താക്കുകയായിരുന്നു. സത്യൻ സാർ എവിടെ? അഭിലാഷിനെ അഡ്മിനാക്കിയില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അഡ്മിനാക്കണം. അതാണ് ലോകത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞ സത്യാട്ടൻ എവിടെ? സത്യാട്ടനാകാ. അപ്പോൾ ഇനിയിപ്പോൾ സത്യാട്ടൻ വന്നിട്ട് കാര്യമില്ല. സത്യാട്ടൻ വന്നു കഴിഞ്ഞാൽ പറയും അഡ്മിൻ വന്നിട്ട് ഇവിടെ മെഴുകുമ്പോൾ, എന്താണ് മെഴുകുമ്പോൾ? ഇവൻ്റെ ഭാഷാശുദ്ധിയാണ് നോക്കേണ്ടത്. ഇവരൊക്കെ വന്നിട്ട് ഇവിടുന്ന് മെഴുകുമ്പോൾ നീയൊക്കെ എവിടെയായിരുന്നു സത്യ? അതുകൊണ്ട് സത്യാട്ടനോട് ഒരു കാര്യം പറയാനുള്ളത്, സത്യാട്ട നിങ്ങൾ ദയവ് ചെയ്ത് ഈ വിഷയത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അമ്മാതിരി ഒരു സാധനമാണ്. ഇനി അവൻ്റെ വായിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇതാണ്, അഡ്മിൻ വന്നിട്ട് എന്നെ ഇങ്ങനെ അപമാനിക്കുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് സത്യാട്ടൻ ദയവ് ചെയ്ത് സത്യാട്ടൻ കട്ടിലിൻ്റെ അടിയിലുള്ള 2 ലക്ഷത്തിൻ്റെ മറ്റേ മരുന്നുകളുണ്ടല്ലോ, അതൊക്കെ എങ്ങനെയെങ്കിലും ആരെങ്കിലും പറ്റിച്ചിട്ട്, അല്ലെങ്കിൽ അത് വല്ല തൈക്ക് വളായിട്ടോ എങ്ങനെയെങ്കിലും ആയിട്ട് ഉപയോഗിക്കാൻ നോക്കുക. ഈ ഒരു തീട്ട കേസിൽ ഇടപെടേണ്ട എന്നാണ് സത്യാട്ടനോട് പറയാനുള്ളത്. സത്യാട്ടന് ഒരു തിരുവാടും ഇല്ലാത്ത ആളാണ്, വളരെ നിഷ്കളങ്കനായ ആളാണ്. കന്നഡ ഏതാണ് മുഹമ്മദ്ക്ക് ഏതാണെന്ന് പോലും തിരിച്ചറിയാത്ത ആളാണ്. സത്യാട്ടൻ്റെ തമാശ. സത്യാട്ടൻ മുഹമ്മദ്ക്കിനെ കണ്ടിട്ട് പറയാണ്, ഇത് കന്നഡയാണോ? ഇത് ഡൈ ചെയ്യാത്ത കന്നഡയാണോ? ഇതാണോ കന്നഡ? സത്യേട്ടാ, നിങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഗൗരവമൊക്കെ വിട്ടുപോകുന്നു. അല്ല, ഗൗരവമല്ല, നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് വിട്ടുപോകുന്നു. ഉളുപ്പുണ്ടോ അഭിലാഷെന്ന് എനിക്ക്? നീ അല്ലേ എന്താന്നാ വിചാരിച്ചത്? നീയൊക്കെ മണ്ണ് തിന്ന് കൊഴുത്ത മണ്ണിരയാണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. പിന്നെ നിൻ്റെ ഒരു ഡയലോഗ് അത് എന്നെ വളരെ സങ്കടപ്പെടുത്തുന്നുണ്ട് അഭിലാഷെ. നീ പറഞ്ഞത് കമ്പനി തിരിച്ചു വന്നിട്ടാകുമ്പോൾ എന്നെ കാണാൻ വരുന്നു എന്നാണ്. അതുകൊണ്ട് നീ ഞാനും തമ്മിൽ കാണാൻ പറ്റൂല എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. നീ അതൊന്ന് മാറ്റിപ്പിടിക്കണം. കമ്പനി വന്നില്ലെങ്കിലും നീ എന്നെ കാണാൻ വരും എന്ന് പറയണം. കാണാൻ വരുമ്പോൾ മറ്റുള്ളവർ വന്ന പോലെ
ബസ്സും പിടിച്ച് 10-50 ആളായിട്ട് വരേണ്ട ആവശ്യമില്ല. ഉണ്ടെങ്കിൽ 1-2 ആളെ ചേർത്തോ, ആളെ കൂട്ടിക്കോ. അല്ലെങ്കിൽ 10-50 ആളെ കൂട്ടിയിട്ടൊന്നും വരേണ്ട ആവശ്യമില്ല. അത് കേസ് വേറെയാകും. അപ്പം ഞാനന്ന് ഓഫീസിൽ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് അത് കേസാവാതിരുന്നത്. അല്ലെങ്കിൽ ഇത്രയും കൂടുതൽ ആൾക്കാരെ കൂട്ടി വന്നു കഴിഞ്ഞാൽ കേസാവും. അതുകൊണ്ട് 1-2 ആൾ വേണമെങ്കിൽ വിളിച്ചിട്ട് വന്നോ. എനിക്കറിയാലോ ഞാൻ എവിടെയാണ് എങ്ങനെയാണ് എന്നൊക്കെ. ഉളുപ്പ് കുറച്ചുണ്ടെങ്കിൽ വല്ല പണിയെടുത്ത് ജീവിക്കടാ അഭിലാഷേ.